2026 കേരള നിയമസഭാ ഇലക്ഷൻ നടക്കുകയാണ്. ഇതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ കക്ഷികൾക്കും നിർണായകമായ ഒരു ഇലക്ഷനാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം, CPM-നെ സംബന്ധിച്ചിടത്തോളം പശ്ചിമ ബംഗാൾ, ത്രിപുര മുതലായ സംസ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കേരളം മാത്രമേ ഉള്ളൂ. ഇവിടെ അധികാരം നിലനിർത്തുക എന്നുള്ളത് ആ പാർട്ടിയുടെ രാഷ്ട്രീയ അസ്തിത്വം നിലനിർത്തുവാൻ അത്യന്താപേക്ഷിതമാണ്. അതോടൊപ്പം കോൺഗ്രസിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, കോൺഗ്രസ് പാർട്ടി ഒരിക്കൽ കൂടി അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടു കഴിഞ്ഞാൽ കേരളത്തിന്റെ അവരുടെ പ്രഭാവം അസ്തമിക്കുകയും ആ പാർട്ടി കേരളത്തിൽ പിന്നെ ഒന്നുമല്ലാതെ ആയി തീരുകയും ചെയ്യുന്ന ഒരവസ്ഥ കേരളത്തിൽ നിലവിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരും കേരളത്തിലെ 2026 നിയമസഭാ ഇലക്ഷന് മറ്റൊന്നിനെ പോലെയല്ല ഏറ്റവും വലിയ പ്രാധാന്യം കൊടുത്തായിരിക്കും കോൺഗ്രസും മത്സരത്തിൽ ഇറങ്ങുന്നത്. അടുത്ത BJP-യുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ, ഒരു കാലത്തും വളർച്ച പ്രാപിക്കാത്ത ഒരു പാർട്ടിയായിട്ട് കേരളത്തില് BJP മാറിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇതെന്ന് പറയുന്നത് എത്രയോ വർഷങ്ങളായിട്ട് അവരുടെ നിയമസഭയിൽ മത്സരിക്കുന്നുവെങ്കിലും ആകെ ഒരിക്കൽ മാത്രമേ ഒരു MLA ഉണ്ടായിട്ടുള്ളൂ. അവരുടെ അസ്തിത്വം തെളിയിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളവും ഈ നിയമസഭാ ഇലക്ഷൻ എന്ന് പറയുന്നത് നിർണായകമാണ്. അപ്പം നമ്മൾ നേരത്തെ ഒന്നും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ 2026 നിയമസഭാ ഇലക്ഷൻ വലിയൊരു മാറ്റങ്ങൾക്ക് എന്ത് സംഭവിക്കും? തുടർന്നുള്ള അടുത്ത വീഡിയോയിൽ 2026 നിയമസഭാ ഇലക്ഷനിൽ എന്തൊക്കെയാണ് സംഭവിക്കുവാൻ സാധ്യതയുള്ളതെന്ന് ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ എൻ്റെ വിലയിരുത്തലുകൾ തുടർന്നുള്ള വീഡിയോകളിൽ വരുന്നതായിരിക്കും.